ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകാദശിയെ പറ്റിയിട്ടുള്ള 2 വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഏകാദശിയും ഒരിക്കലും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയും, പിന്നെ ഇട്ടിരുന്ന വീഡിയോ പല സ്ഥലങ്ങളിലെ പാരണ സമയവുമാണ്. വിട്ടുപോയ ചില സ്ഥലങ്ങളുണ്ട്, അതവർ ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ കമൻ്റ് ഇട്ട് കൊടുത്തിരുന്നു. അടുത്ത തവണ അടുത്ത ഏകാദശിയുടെ സമയം പറയുമ്പോൾ ഞാൻ ആ സ്ഥലങ്ങളും കൂടെ ഉൾപ്പെടുത്താം. അതുപോലെ ജപമാല ഉപയോഗിച്ച് ജപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. ഈ കാണുന്ന ഫോട്ടോയിലുള്ളതാണ് എൻ്റെ ജപമാല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മഞ്ഞ ഒരു നൂല് നിങ്ങൾ കണ്ടല്ലോ, അതിന് തൊട്ട് മുകളിലായിട്ട് ഒറ്റയായിട്ട് ഒരു മുത്തിരിക്കുന്നത് കാണുന്നുണ്ട്. അതിനുശേഷം പുറകോട്ട് മുത്തുകൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടും നിങ്ങൾ കാണുന്നുണ്ട്. അതായത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ജപമാല, തുളസിയുടെ ജപമാലയാണിത്. ഈ ഒറ്റയ്ക്കിരിക്കുന്ന മുത്തെന്ന് പറയുന്നത് നമ്മൾ 108 ഉള്ളതല്ല, 109ാമത്തെ മുത്താണ്. ബാക്കിയാണ് 108 മുത്തുകളുള്ളത്. ആ ഒറ്റയ്ക്കിരിക്കുന്ന മുത്ത് കൊണ്ട് നമ്മൾ ജപിക്കുന്നത് ഭഗവാനെ ഓർക്കുകയാണ്, അല്ലെങ്കിൽ ഗുരുവിനെ ഓർക്കുകയാണ്. മുമ്പോട്ട് ജപിക്കുമ്പോൾ തെറ്റുകളൊന്നും കൂടാതെ ജപിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗുരുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗുരുവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ആരാണോ നമ്മളുടെ ഗുരു, ആ ഗുരുവിനെ ഓർത്ത് നമ്മൾ ജപിക്കേണ്ടതാണ്. മുമ്പോട്ട് നമ്മൾ ജപിക്കുമ്പോൾ തെറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ മുത്തിൽ നമ്മൾ അങ്ങനെയാണ് ജപിക്കേണ്ടത്. പിന്നീട് ഇനി ആ മുത്ത് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മുത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഗുരുവിനെ പ്രാർത്ഥിക്കാം. അപ്പം ഭഗവാൻ നമുക്ക് പ്രത്യേകിച്ച് ഗുരുക്കന്മാരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഭഗവാൻ മഹാവിഷ്ണുവിനെ തൻ്റെ ഗുരുവായി കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീടുള്ള മുത്തുകളാണ് 108 മുത്തുകളായിട്ടുള്ളത്. ആ 108 മുത്തുകളാണ് നമ്മൾ ഓരോ നാമങ്ങളും കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അത് ആ ഒറ്റ മുത്തിൽ ജപിക്കാം. അതിനുശേഷം വീണ്ടും അടുത്ത മുത്തിലേക്ക് എടുത്തിട്ട് വീണ്ടും ഇത്രയും തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ജപിക്കാം. അതല്ല, ഇപ്പം നമ്മൾ ഭഗവാൻ പരമശിവനെയാണ് ജപിക്കുന്നത്, ഓം നമഃ ശിവായ ആണെങ്കിൽ ആദ്യത്തെ ആ വലിയ മുത്ത് ഭഗവാൻ മഹാദേവനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ ഓർക്കുക. അതിനുശേഷം പിന്നീടുള്ള താഴോട്ടുള്ള മുത്തുകളാണ് 108 എണ്ണം. ആ ഓരോ മുത്തിലും നമ്മൾ ആ നമഃശിവായ മന്ത്രം ജപിച്ചിട്ട് വീണ്ടും അടുത്ത മുത്തിലേക്ക് പോവുക. ഇനി അതല്ല ഓം നമോ ഭഗവതേ വാസുദേവയാണെങ്കിൽ അത് അങ്ങനെ പോവുക. ഇനി എങ്ങനെയാണ് നമ്മൾ മാല കൈകൊണ്ട് പിടിക്കേണ്ടതെന്ന് ഈ ചിത്രം നിങ്ങൾ നോക്കൂ. മാല ജപിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിരലുകളെന്ന് പറയുന്നത് നമ്മളുടെ തള്ളവിരലും പിന്നെ നടുഭാഗത്തുള്ള വിരലുമാണ്. ചൂണ്ടുവിരലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ചൂണ്ടുവിരൽ നമ്മളിങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നമ്മൾ തള്ളവിരലും ആ നടുഭാഗത്തുള്ള വിരലുകളും കൊണ്ടാണ് ഓരോ മുത്തുകളും നമ്മൾ നീക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ ജപമാല വളരെ ശുദ്ധമായൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾ 2 ജപമാലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിലും ഒന്ന് നിങ്ങൾ ശുദ്ധമായി എവിടെയെങ്കിലും ഒരു കവറിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് സൂക്ഷിച്ചു വെക്കുക. തുളസിമാലയാണെങ്കിൽ മുത്തുമാലയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അധികം താഴെയൊന്നും വീഴിക്കാതെ നിങ്ങൾ നോക്കുക. താഴെ വീണാലും നിങ്ങളതൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് പ്രാർത്ഥിച്ച് തൊട്ട് പ്രാർത്ഥിച്ച് ഒക്കെ വെക്കുക. പരമാവധി താഴെ വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം അതൊരു ദൈവിക ചൈതന്യം, നമ്മൾ പ്രാർത്ഥിക്കും തോറും ആ മാലയ്ക്കൊരു ചൈതന്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ്. എന്നിട്ട് ഒരിക്കലും ചൂണ്ടുവിരൽ നമ്മൾ ഉപയോഗിക്കരുത്. അത് നമ്മളിങ്ങനെ ഒരു കാര്യത്തെ ചൂണ്ടി ചോദിക്കുന്നതാണ്. ചില തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളത് ചൂണ്ടി ഇല്ലേ, നമ്മൾ ചൂണ്ടുന്നത് എപ്പോഴാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചൂണ്ടി ഉപയോഗിക്കുന്നത്. അതൊരു നെഗറ്റീവ് എനർജിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വിരൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ആ വിരൽ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഈ തള്ളവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ജപിക്കും. എന്നിട്ട് അടുത്ത മുത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ വിരലുകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചാൻറ്റ് ചെയ്ത് പോകുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു മാല മുഴുവൻ പൂർത്തിയാക്കി, അതായത് ഈ വലിയ മുത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു മുത്ത് മുതൽ ആ മാല മൊത്തം പൂർത്തിയാക്കി വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വന്ന് ആ വലിയ മുത്തിൻ്റെ താഴെയുള്ള മാല അവിടം വരെ ആകുമ്പം 108 എണ്ണമാകും. ആ വലിയ മുത്തെന്ന് പറയുന്നത് പിന്നെ വീണ്ടും നമ്മൾ ജപിച്ച് തുടങ്ങുമ്പം ആ വലിയ മുത്തിലേക്കല്ല തുടങ്ങേണ്ടത്, വീണ്ടും ചെറിയ മുത്തിലേക്ക് പോയി നമ്മൾ
ജപിച്ചു തുടങ്ങുക. ഈ രീതിയിലാണ് ജപിക്കേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾ അങ്ങനെ ഒന്ന് ജപിച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറേശ്ശെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നാമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതങ്ങ് പ്രാക്ടീസ് ആകും. അപ്പോൾ ചൂണ്ടുവിരലല്ല ഉപയോഗിക്കേണ്ടത്, വലിയ മുത്ത് ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. കാരണം അത് നമ്മുടെ ഗുരുദേവനെ ഓർത്തിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരുണ്ടെങ്കിൽ ആ ഗുരുക്കന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ജപമാല ഉപയോഗിക്കുമ്പോൾ അത് ഭംഗിയായി പൂർത്തിയാക്കി അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണമെന്ന രീതിയിലാണ് ആ വലിയ മുത്ത് ഉപയോഗിക്കുന്നത്. ആ മുത്തിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പിടിച്ച് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അത് ഗുരുക്കന്മാരില്ലാത്തവർ മഹാവിഷ്ണുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പരമശിവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആരെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും ഈ 2 വിരലുകൾ, അതായത് ചൂണ്ടുവിരലല്ലാത്ത 2 വിരലുകൾ കൊണ്ട് താഴേക്ക് കൊച്ചുമുത്തിലേക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത മുത്തിലേക്ക് അതേപോലെ തന്നെ കൈ പോവുക. അങ്ങനെ ആ മാല മൊത്തം പൂർത്തിയാക്കുക. അതായത് ചെറിയ മുത്ത് വരെ, വലിയ മുത്തിലേക്കല്ല, ആ ചെറിയ മുത്ത് വരെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ചെറിയ മുത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു മാല പൂർത്തിയായി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ 108 നാമങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിയും. ഒരു ജപമാല പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എത്ര ജപമാല വേണമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ജപിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജപിക്കാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മൾ വിരലിൽ എണ്ണിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് മഞ്ചാടി കുരുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അത് എണ്ണുന്നതിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കണ്ണടച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണ് ജപമാല ഉപയോഗിക്കേണ്ടത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം മുത്തുകൊണ്ട് കോർക്കുന്നവരായാലും ഈ രീതിയിൽ കോർക്കാനായിട്ട് പറ്റുന്നെങ്കിൽ ഒരു വലിയ മുത്ത് നടുഭാഗത്തിട്ടിട്ട് അങ്ങനെ കോർക്കാനായിട്ട് ശ്രമിക്കുക. മാല മേടിക്കുമ്പം 108 മുത്തുകളുണ്ടോ എന്ന് നിങ്ങൾ എണ്ണി പിന്നൊരു വലിയ മുത്തും 109ാമത്തെ മുത്ത്. ഇനി നിങ്ങൾക്ക് ആ വലിയ മുത്ത് നിങ്ങൾ കോർത്തില്ല എന്ന് വിചാരിച്ചും സാരമില്ല. 108 മണികളാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഭഗവാനെ ആ മാല കൈ പിടിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. നമ്മൾ തുളസിയുടെ ജപമാലയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മാല കിട്ടുന്നത്. അപ്പോൾ ആ മാലകൾ ഇതേ രീതിയിൽ തന്നെ ജപിക്കുക. നിങ്ങൾ വീട്ടിൽ കോർക്കുന്നതാണെങ്കിൽ ഇതുപോലെ കോർത്തെടുക്കാൻ പറ്റുന്നെങ്കിൽ കോർക്കുക. അതായത് ഒരു വലിയ മുത്ത് നടുഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കോർക്കാം. അതല്ലെങ്കിൽ അല്ലാതെയാണ് നിങ്ങൾ കോർത്തിരിക്കുന്നത് മുത്തില്ലെങ്കിൽ ആ 108 മണികൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ജപിക്കുക. ആദ്യം നിങ്ങൾ ഈ ജപമാലയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകരുത് എന്ന രീതിയിൽ നിങ്ങളുടെ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ജപിക്കാൻ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നമ്മുടെ ഹരിവാസര സമയമെന്ന് പറയുന്നത്, ഏകാദശി ദിവസത്തെ ഹരിവാസര സമയമെന്ന് പറയുന്നത് എന്താണ്? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ്റെ ഭൂമിയിലുള്ള ആ ഒരു സാമീപ്യം, ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണുന്ന സമയത്തെയാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ഹരിവാസര സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും പാരണ വീടാൻ പാടില്ല. അതായത് നമ്മളുടെ വ്രതം എങ്ങനെയാണോ ഇരിക്കുന്നത് ആ വ്രതം ഹരിവാസര സമയത്ത് അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. അതുപോലെ പരമാവധി സമയം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഇനി ഹരിവാസര സമയം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകാദശി തിഥിയുടെ അവസാനത്തെ കാൽപാദവും മഹാദ്വാദശി തിഥിയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന 30 നാഴിക സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. അങ്ങനെയാണത് കണക്ക് കൂട്ടുന്നത്. നമ്മുടെ കേരളത്തിൽ ഹരിവാസര സമയം അവസാനിക്കുന്ന സമയമെന്ന് പറയുന്നത് 8-ാം തീയതി രാവിലെ 6:34 അതായത് ഞാൻ നോക്കിയപ്പോൾ ആ രാത്രി മുഴുവൻ, അതായത് 7-ാം തീയതി ഒരു സന്ധ്യ മുതൽ പിറ്റേ ദിവസം രാവിലെ 6:34 വരെ വളരെ ഏറ്റവും ഉത്തമമായ സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതായത് പരമാവധി സമയം രാത്രിയിലും, അതായത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരമാവധി സമയം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് എത്ര തവണ നിങ്ങൾക്ക് ജപമാല ഉപയോഗിച്ച് ജപിക്കാമോ അത്രയും തവണ ജപമാല ഉപയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഉറക്കവളച്ചിരിക്കണം എന്നൊന്നുമില്ല. ഉറക്കവളച്ചിരുന്നാൽ പറ്റുന്നുള്ളവർക്ക് ഇരിക്കാം. അതല്ലാത്തവർ പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം തിങ്കളാഴ്ച നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഭഗവാനെ ഉറക്കവളച്ച് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ നിങ്ങൾക്ക് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഭഗവാനെ പരമാവധി സമയം പ്രാർത്ഥിക്കാം. അതുപോലെ ഈ പാരണ വീടേണ്ടുന്ന സമയത്തിന് മുമ്പേ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാം.
പ്രാർത്ഥിക്കാം. ഇപ്പം കേരളത്തിൽ രാവിലെ 6:39 മുതൽ 8:59 വരെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പാരണ വീടേണ്ടുന്ന സമയം. പക്ഷേ 6:34 നമ്മളുടെ ഹരിവാസര സമയം അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ, ഒരു 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് കുളിച്ച് ഒരു 5 മണിയൊക്കെ ആകുമ്പം വിളക്ക് കത്തിച്ചിട്ട് ഒരു 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെ, ഇപ്പം അതായത് ഈ 6:39 പാരണ വീടുന്ന സമയത്ത് മാത്രമല്ല നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പേ വിളക്ക് കത്തിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പാരണ വീടേണ്ടുന്നത് ഈ 6:39 മുതൽ 8:59 വരെയുള്ള സമയമാണ്. അതായത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. അത് ഞാനിതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇട്ടിരുന്നു. അത് നിങ്ങൾക്ക് നോക്കിയാൽ ഓരോ സ്ഥലത്തെയും എന്താണെന്നുള്ളത് മനസ്സിലാകും, സമയവ്യത്യാസം. പക്ഷേ ഈ പാരണ വീടേണ്ടുന്ന ആ സമയത്ത് മാത്രമേ നിങ്ങൾ പാരണ വീടാവൂ. പ്രാർത്ഥന അതിനു മുമ്പേ നിങ്ങൾക്ക് ചെയ്യാം, വിളക്ക് കത്തിക്കാം, അതിലൊന്നും യാതൊരു തടസ്സവുമില്ല. പക്ഷേ നിങ്ങൾ തുളസി തീർത്ഥം കുടിച്ച് നിങ്ങളുടെ പാരണ വീടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കിണ്ടിയിൽ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ജലം കുടിച്ചിട്ട് നിങ്ങൾക്ക് പാരണ വീടുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അത് ആ സമയത്ത് മാത്രമേ ചെയ്യാവൂ. അതായത് നമ്മൾ പാരണ വീടുന്ന ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നിങ്ങൾ ആഹാരം, അതായത് ജലം കുടിച്ച് നിങ്ങളുടെ ആ വ്രതം അവസാനിപ്പിക്കാവൂ. ഇനി പാലും പഴവും ഒക്കെ ഭഗവാനെ നേദിക്കാം. ചൗവരിയിട്ട നിങ്ങൾക്ക് പായസം ഭഗവാനെ നേദിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള എന്താണോ അരി ആഹാരം ഒഴികെയുള്ള, അതായത് അരി കൊണ്ടുള്ള അതായത് പായസം പോലെയുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി നിങ്ങൾക്ക് പാലും പഴവും അതല്ലെങ്കിൽ ജലവും ഒക്കെ വെറും ഭഗവാൻ ഇച്ചിരി ജലം തുളസി ഇല ഇട്ട് വെച്ചാലും മതി, അതല്ലെങ്കിൽ തുളസി തീർത്ഥം ഉണ്ടാക്കി വെച്ചാലും മതി. എന്താണെന്ന് വെച്ചാലും നിങ്ങൾക്കത് ഭഗവാൻ നിവേദിക്കാം. പാലും പഴവും അല്ലെങ്കിൽ ചൊവ്വരിയിട്ട് കാച്ചിയ പാലും ഒക്കെ വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് ഭഗവാന് വെച്ചതിന് ശേഷം, പക്ഷേ ഈ പാലും പഴവും അല്ലെങ്കിൽ ചൊവ്വരിയിട്ട കാച്ചിയ പ്രസാദമോ ഒക്കെ നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ കിണ്ടിയിലെ ജലം ഒന്ന് തീർത്ഥമായി സേവിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങളൊരു ആഹാരത്തിലേക്ക് പോകാൻ. ആദ്യം നമ്മൾ ആ ജലമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും അവിടെ നിന്നൊരു പഴം നിങ്ങൾ നേദിച്ച് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ തീർത്ഥം കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കണം. അതായത് ജലം ഉള്ളിൽ ചെല്ലണം. അതിനുശേഷം വേണം മറ്റ് ആഹാരത്തിലേക്ക് നിങ്ങൾ പോകാൻ. അപ്പോൾ പാരണ വീടാൻ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് മാത്രമേ നിങ്ങൾ പാരണ വീടാവൂ. ഹരിവാസര സമയത്ത്, അതായത് കേരളത്തിലുള്ളവരെ 6:34 മുമ്പ് യാതൊരു കാരണവശാലും നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കരുത്. ഈ പറഞ്ഞിരിക്കുന്ന പാരണ വീടുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ വ്രതം അവസാനിപ്പിക്കാവൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കുകയോ പരമാവധി സമയം പ്രാർത്ഥിക്കുകയോ ചെയ്യാം. പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ. അതായത് രാത്രിയിൽ നിങ്ങൾ ഒരു സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ജലം കുടിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങളുടെ ആ ജലം, അതായത് തുളസി തീർത്ഥം കുടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഫുൾ ടൈം ദിവസം തുളസി തീർത്ഥം മാത്രം കുടിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആ തുളസി തീർത്ഥം നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്, അതായത് 7-ാം തീയതി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കുടിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങൾ, അതായത് പാരണ വീടുന്ന സമയം വരെ നിങ്ങൾക്ക് ഉപവസിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്താണ് ഹരിവാസര സമയം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പകൽ നിങ്ങൾ കുടിച്ചോളൂ. പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾ പാരണ വീടുന്ന സമയത്ത് പുതിയതായിട്ടൊരു തുളസി തീർത്ഥം ഉണ്ടാക്കി വെച്ചിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് അത് പ്രാർത്ഥിച്ച് കുടിച്ച് എന്തെങ്കിലും പഴമോ എന്തെങ്കിലും കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതായത് ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷം കഴിവതും നിങ്ങൾ ഉപവസിച്ചിരിക്കുന്നത് വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം ആ സമയത്താണ് എല്ലാ സ്ഥലങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യമുള്ളത്. കേരളത്തിലെ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഈ രാത്രി കാലങ്ങളിൽ വളരെയധികം ഭഗവാന്റെ സാന്നിധ്യം ഉള്ള ഒരു സമയമാണ്. അതായത് സന്ധ്യ കഴിയുമ്പം മുതൽ പിറ്റേ ദിവസം രാവിലെ, അതായത് നമ്മൾ പാരണ വീടുന്നതിന് മുമ്പ് വരെയുള്ള സമയം. അപ്പോൾ ആ സമയത്ത് പരമാവധി നിങ്ങൾ പ്രാർത്ഥിക്കുക. രാത്രി കാലങ്ങൾ നന്നായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജപമാല ഉപയോഗിച്ച് ജപിക്കുന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയുടെ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ പാരണ വീടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രമൊന്നും കരുതണ്ട. നിങ്ങൾ ആദ്യം തന്നെ ഭഗവാനെ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഭഗവാനോട് പറയുക, നമ്മളുടെ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാനെ ക്ഷമിക്കണമേ എന്ന് ഭഗവാനോട് പറഞ്ഞ് ഇനി അടുത്ത തവണ ഇതിനെക്കാട്ടി നന്നായി എനിക്ക് എടുക്കാൻ സാധിക്കണമേ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് നിങ്ങൾ പറയുക.
അങ്ങനെ പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച് നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ജലം കുടിച്ചിട്ട് അല്ലെങ്കിൽ തുളസി തീർത്ഥം കഴിച്ച് നമ്മളുടെ പാരണ വീടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി തുളസിമാല, അതായത് തുളസിമാല നമ്മൾക്ക് പീരീഡ്സ് ഉള്ള സമയത്തൊക്കെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. 2 മാല മേടിച്ച് വെക്കുക, പക്ഷേ രണ്ടും ശുദ്ധമായി തന്നെ സൂക്ഷിച്ച് വെക്കുക. പൂജാമുറിയിലിരിക്കുന്ന മാല മാത്രമല്ല ശുദ്ധമായിട്ടിരിക്കേണ്ടത്, മറ്റേ മാലയും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു തുണിയിൽ ഒരു നല്ല കവറിലോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ആ രീതിയിൽ വേണം. അത് അശ്രദ്ധമായിട്ട് അവിടെ എവിടെയൊന്നും വലിച്ചെറിയാനോ ഒന്നും പാടില്ല. കാരണം നമ്മൾ ജപിക്കുന്നതാണ്. ജപിക്കുന്തോറും ആ മാലയ്ക്കൊരു ശക്തി കൂടി വരും. അപ്പോൾ അത് നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബാഗിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ മാല ഉപയോഗിച്ച് ജപിക്കാവുന്നതാണ്. പക്ഷേ അത് താഴെയൊന്നും വീഴാതെ സുരക്ഷിതമായി വെക്കണമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അത് അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും താഴെ വീണുവെന്ന് കരുതി മഹാദോഷമൊന്നും വരാൻ പോകുന്നില്ല. ഭഗവാനെ വിളിച്ച് തൊട്ട് തൊഴുത് നമ്മളത് ഭഗവാനോട് ക്ഷമയൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചാൽ മതി. കാരണം മനുഷ്യരാണ്, നമുക്ക് പല അബദ്ധങ്ങളും നമ്മുടെ കയ്യബദ്ധങ്ങളും പറ്റും. അക്കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം പീരീഡ്സ് ഉള്ള സമയത്തോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുള്ള സമയങ്ങളിലോ ഒക്കെ തുളസിമാല ഉപയോഗിച്ച് നിങ്ങൾക്ക് ജപിക്കാം. ജപം ഒരു ശീലമാക്കുക. ഒരു ദിവസം ഒരു നേരമെങ്കിലും പരമാവധി നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസത്തെയും പ്രത്യേകത അനുസരിച്ച് ആ ദിവസങ്ങളിലെ ദേവീ ദേവന്മാരെ വിളിച്ച് നിങ്ങൾക്ക് ഈ ജപമാല ഉപയോഗിച്ച് തന്നെ ജപിക്കാവുന്നതാണ്. അതിന് ഓരോരുത്തർക്കും പ്രത്യേക ജപമാലയൊന്നും മേടിച്ച് വെക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് ഏകാദശി ഇന്നത്തെ ദിവസവും, അതായത് ദശമി ദിവസവും ഏകാദശി ദിവസവും മഹാദ്വാദശി ദിവസവും നന്നായി പ്രാർത്ഥിക്കുക. മഹാദ്വാദശി ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം പാരണ വീടിക്കഴിഞ്ഞാൽ, അത് ചോദിച്ചിരുന്നു പലരും, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. മഹാദ്വാദശി നിങ്ങൾ പാരണ വീടിയതിന് ശേഷം നിങ്ങളുടെ വ്രതം അവസാനിച്ചു, ശരിയാണ്. പക്ഷേ എന്നാൽ പോലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു മാറ്റത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ 2 ദിവസം നിങ്ങൾ ചെയ്ത ആ മാറ്റത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തെ മാറ്റപ്പെടുത്തരുത്. മഹാദ്വാദശി ദിവസം നിങ്ങൾ പാരണ വീടി, അതായത് 8-ാം തീയതി നിങ്ങൾ പാരണ വീടി കഴിയുമ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും കൂടെ ശുദ്ധാഹാരത്തിലിരിക്കുക. അതായത് 6, 7, 8 ദിവസം, 8-ാം തീയതി വരെ, അതായത് 6-ാം തീയതി ദശമി ദിവസം നിങ്ങൾ ഒരിക്കലൊക്കെ ഇരുന്നു ശുദ്ധാഹാരത്തിലിരിക്കുന്നു. 7-ാം തീയതി നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നു. പിറ്റേ ദിവസം 8-ാം തീയതി നമ്മൾ പാരണ വീടി, അതായത് പാരണ വീടുന്ന ദിവസം അന്നും കൂടെ നിങ്ങൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുക, പരമാവധി പ്രാർത്ഥിക്കുക. അല്ലാതെ അന്നത്തെ ദിവസം, അതായത് 8-ാം തീയതി നമ്മൾ പാരണയൊക്കെ വീടിക്കഴിഞ്ഞ് ഓടി മീൻകടയിലേക്കൊന്നും ഓടണ്ട. അത് നിങ്ങൾ ചെയ്യുക. കാരണം അതൊക്കെ വേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. നിർബന്ധമാണ്. അത് ഞാൻ വളരെ നിർബന്ധമായിട്ട് തന്നെ പറയുന്നു. കാരണം ആ ഒരു 3 ദിവസം നിങ്ങൾ കൃത്യമായി ആ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് നമ്മൾക്ക് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഏകാദശി ഞാനൊന്ന് അവസാനിപ്പിച്ചു, 2 ദിവസമായി മീൻ കഴിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി ഇച്ചിരി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൂട്ടാൻ വെച്ച് കഴിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ 3 ദിവസവും, അതായത് 6, 7, 8 ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. ആ 3 ദിവസവും ഭഗവാനെ പരമാവധി വിളിച്ച് പ്രാർത്ഥിക്കുക. ഓസ്ട്രേലിയയിലുള്ള ആളുകളാണെങ്കിൽ അവർ ആ 4 ദിവസം, അതായത് അവർ 7-ാം തീയതിയോ 8-ാം തീയതിയോ അവർക്ക് ഏകാദശി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി, അതായത് 4 ദിവസങ്ങളും നിങ്ങൾ പരമാവധി ശുദ്ധാഹാരത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് കിട്ടിയിരിക്കുന്നത്. 4 ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ സമയവും ഭഗവാനെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ ഓർക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നത്. ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ഒരു നേരം ഒന്ന് പ്രാർത്ഥിച്ചാലായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത്, പരമാവധി പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു സംശയം വരാൻ പോകുന്നത്, അതായത് 8-ാം തീയതി നമ്മൾ പാരണ വീടി കഴിഞ്ഞ് ഒരിക്കലൊന്നും എടുക്കണ്ട. പക്ഷേ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതെ ശുദ്ധാഹാരത്തിലിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പരമാവധി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാതെ നമ്മളൊരു സ്വാത്വികമായ ഭക്ഷണത്തിലിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു ഇഡ്ഡലിയോ ദോശയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഉള്ളിയൊന്നും ചേർക്കാതെ സാമ്പാറോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാം. ഉച്ചയ്ക്കും വളരെ ലഘുവായി നിങ്ങൾക്ക് ചോറോ എന്തെങ്കിലും അങ്ങനെ കഴിക്കാം. വൈകുന്നേരവും ഗോതമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കുമോ, അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം. എന്തായാലും ഒരു
ഒരു സ്വാത്വികമായ ഭക്ഷണമായിരിക്കണം എന്നതേ ഉള്ളൂ നിർബന്ധം. പക്ഷെ പരമാവധി പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. പരമാവധി സമയം ജപിക്കുക. ജപിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രീതിയിൽ തന്നെ ജപിക്കുക. പരമാവധി ജപിക്കാൻ പഠിക്കുക. ജപിക്കുന്തോറും നിങ്ങളുടെ മനസ്സിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനൊരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കക്കുറവോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ചിലപ്പം ഭയങ്കരമായ ടെൻഷനുണ്ട്, അവർക്ക് കിടന്നാലും അവർക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ളവർ രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജപമാല ഉപയോഗിച്ച് ജപിക്കാം. അങ്ങനെ ജപിച്ചുകൊണ്ട് കിടന്നാൽ നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങൾ അറിയത്തില്ല. ആ സമയത്ത് ഈ ജപമാല കട്ടിലേക്ക് വീണു പോയി എന്നുള്ളതൊന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു മാല എടുത്തു വെച്ചാൽ മതി, പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ. അപ്പം അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പം പ്രാർത്ഥിച്ച് നിങ്ങൾ ഉറങ്ങും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പം നമ്മളൊന്ന് ഈ ജപമാല വീണു, ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് കയറി കിടന്നു, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് പ്രത്യേകം ഒരു മാല എടുത്തു വെച്ചാൽ മതി. അങ്ങനെ കാരണം അത് ഒരുപാട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഉറക്കമില്ലാത്തവർക്ക് ഇങ്ങനെ ജപിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഉറങ്ങും. നന്നായിട്ട് അവർക്ക് ഉറക്കം വരുമെന്നുള്ളത്. അതുപോലെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അതായത് ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് പരമാവധി സമയം ജപിക്കുന്നത് അവരുടെ ശ്വാസകോശത്തെയൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നെർവ്സ് സംബന്ധമായ, അതായത് ഞരമ്പുകൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. കൈക്കൊക്കെ സ്വാധീനക്കുറവുള്ളവർ കുറേശ്ശെ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ആ സ്വാധീനക്കുറവൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ജപിക്കുക. ഈ രീതിയിൽ തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് തള്ളവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് തന്നെ, ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ടല്ല, ആ രീതിയിൽ തന്നെ നിങ്ങൾ ജപിക്കണം. ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കഥ എന്താണ്, ഏകാദശിയുടെ, അതായത് ഈ സഫല ഏകാദശിയുടെ കഥ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ഇടാം. ഇന്ന് വൈകുന്നേരത്തേക്ക് വീഡിയോ ഇടാം. എല്ലാവരും അത് കേൾക്കണം. ആ കഥ കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ എന്താണ് കാര്യമെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് ഇടാം. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഏകാദശി ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ തുളസി ദേവി ഉണ്ടെങ്കിൽ ദേവിക്ക് ജലം ഒഴിക്കരുത്. കാരണം ദേവി ഉപവാസത്തിലാണ്. പിറ്റേ ദിവസം നിങ്ങൾ പാരണ വീടുന്ന സമയത്ത്, അതായത് കേരളത്തിലുള്ളവരാണെങ്കിൽ 6:39 മുതൽ 8:59 വരെയുള്ള സമയമാണ് പറഞ്ഞത്. ആ സമയത്ത് അതുപോലെ ഓരോ സ്ഥലങ്ങളിലുമുള്ളവർ പാരണ വീടേണ്ടുന്ന സമയത്ത് നിങ്ങൾ പാരണ വീട് കഴിയുമ്പോൾ, അതായത് ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പാരണ വീടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് 8:59 തന്നെ ദേവിക്ക് വിളക്കൊക്കെ കത്തിച്ച് എന്ത് ചെയ്യണം? ജലമൊഴിക്കണം. അതായത് ദേവിയുടെ പാരണയും വീടണം. ആ സമയത്ത് നിങ്ങൾ ദേവിക്ക് അല്പം ജലമൊഴിച്ച് ദേവിയെ പ്രാർത്ഥിക്കണം. അതായത് ഈ പാരണ വിടുന്ന സമയം. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വ്രതം എടുക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഏകാദശിയോ അതല്ലെങ്കിൽ മഹാദ്വാദശിയോ ദശമിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വലിയ പഥ്യങ്ങളിലേക്കൊന്നും പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മരുന്ന് കഴിക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതനുസരിച്ചിട്ട് വേണം. അതായത് നിങ്ങളുടെ ശാരീരിക ക്രമവും അതുപോലെ രോഗാവസ്ഥയും ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ക്രമീകരിക്കാൻ. യാതൊരു കാരണവശാലും നിങ്ങൾ വ്രതം എടുത്തതിന് ശേഷം പിറ്റേ ദിവസം ഹോസ്പിറ്റലിലാകാനോ വയ്യാതാകാനോ പാടില്ല. ഗ്യാസ് കയറുവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും BP കുറയുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകരുത്. കാരണം അത് വളരെ മഹാദോഷമാണ്. കാരണം ആളുകളെല്ലാം പറയും, അവർ വയ്യാത്തവർ ഏകാദശി എടുത്തിട്ട് ഇപ്പം ഹോസ്പിറ്റലിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ദോഷം ആർക്കാണ്? അതിൻ്റെ നാണക്കേട് ആർക്കാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ കുറ്റം പറയുന്ന യാതൊരു കാര്യവും നിങ്ങൾ എടുക്കരുത്. വ്രതം ഒരിക്കലും നമുക്കൊരു ബർഡൻ ആവരുത്. സന്തോഷമായിരിക്കണം. നമുക്കൊരിക്കലും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് എടുക്കാൻ ഉള്ള ഒരു കാര്യമല്ല വ്രതമെന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ഇരുന്ന് എടുക്കാനുള്ളതാണ്. ആ വ്രതം എടുത്തതിന് ശേഷം നമുക്ക് യാതൊരു ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലുള്ളവർക്ക് നമ്മുടെ വ്രതം കാരണം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഇപ്പം വീട്ടിലുള്ളവർക്ക് വ്രതമില്ല, അവർക്ക് മീൻ കൂട്ടിയേ പറ്റൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മീൻ കൂട്ടാൻ വെച്ച് നിങ്ങൾ തന്നെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മീനൊക്കെ കൂട്ടാൻ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കഴിക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ ആ ദിവസം നമ്മൾ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ അലശണ്ടിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ വ്രതമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുക, നിങ്ങളിത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഏകാദശി എടുത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ആർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട
കാര്യമെന്ന് പറയുന്നത്. കാരണം നമ്മൾ കാരണം ഒരു പേരുദോഷം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭഗവാൻ ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ഭഗവാൻ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ അടുത്ത ഏകാദശികളെല്ലാം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല, എനിക്ക് അസുഖമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്രതങ്ങളും മുടക്കും. അതുകൊണ്ട് അങ്ങനെ യാതൊരു കാരണവശാലും മുടക്കരുത്. ഒരു മാസത്തെ 2 ഏകാദശികളുണ്ട്. 2 ഏകാദശികളും എടുക്കുക, 2 ഷഷ്ടികളും എടുക്കുക. പ്രദോഷമെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി വ്രതമൊന്നും എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അതാത് ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുക, അതൊന്നും മുടക്കരുത്. ഇനി മറ്റൊരു സംശയമെന്ന് പറയുന്നത്, ഏകാദശി എടുക്കുന്നവർക്ക് പ്രദോഷം എടുക്കാമോ? അങ്ങനെ ഏകാദശി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രദോഷം എടുക്കുന്നവർക്ക് ഷഷ്ടി എടുക്കാമോ? ചിലർ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. മനുഷ്യരാണ് വേർകൃത്യങ്ങൾ, അതായത് ശിവനും വിഷ്ണുവും അല്ലെങ്കിൽ വേലായുധ സ്വാമിയും ഒക്കെ തമ്മിൽ വേർകൃത്യങ്ങൾ മനുഷ്യർക്കാണ്. മനുഷ്യരാണ് പരസ്പരം ശത്രുതയുള്ളത്. ദൈവങ്ങൾക്ക് ശത്രുക്കളൊന്നുമില്ല. എല്ലാ ദേവന്മാരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പരമശിവനുണ്ട്, പരമശിവൻ്റെ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ശിവാംശമായ വിഘ്നേശ്വരനുണ്ട്. അപ്പം മനുഷ്യരാണ് വേർകൃത്യങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ ദേവഗണങ്ങളും ഒന്ന് തന്നെയാണ്. എല്ലാവരും പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ വ്രതങ്ങളും നിങ്ങൾക്ക് എടുക്കാം. വിഷ്ണുവിനെ വിളിക്കുന്നവർക്ക് ഭഗവാൻ പരമശിവനെയും വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ അവർക്ക് വളരെ സന്തോഷമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും നിങ്ങൾ വെക്കാതെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. എല്ലാ ദിവസങ്ങളെയും പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഞാൻ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പരമാവധി സമയം കിട്ടുമ്പോൾ കേൾക്കുക. കഥകൾ ഞാൻ പറയുന്നുണ്ട്, അത് കേൾക്കുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുക, പ്രാർത്ഥിക്കുക പരമാവധി സമയം. കാരണം ഈ കലിയുഗത്തിൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ. പരമാവധി സമയം പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.